ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉണ്ണിയേശുവിൻ്റെ പിറവിയുടെ ഒരുക്കത്തിൻ്റെ 7-ാമത്തെ ദിനത്തിൽ തമ്പുരാൻ ഇന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുക, കനമില്ലാതെ ജീവിക്കാൻ കഴിയും. ജീവിതം ഇങ്ങനെ വല്ലാതെ ഭാരപ്പെട്ട്, എനിക്ക് ആദരവ് കിട്ടിയില്ല, ബഹുമാനിച്ചില്ല, എന്നെ വേണ്ടും വിധം പരിഗണിച്ചില്ല എന്ന പരാതിയുടെ പരിഭവങ്ങളുടെ ഭാണ്ഡക്കെട്ടുമായി നടക്കുന്ന മനസ്സ് വെടിഞ്ഞിട്ട് തൃപ്തിയോടൊന്ന് ജീവിക്കാനായിട്ട്, ലഘുവായ ഭാവത്തോടെ ജീവിക്കാനായിട്ട് കഴിയുമോ? സൂഫി പാരമ്പര്യത്തിൽ പക്ഷിമാനസം എന്നൊക്കെ പറയുന്ന ഒരു ചിന്തയുണ്ട്. പക്ഷിയുടേതുപോലെ ചെറിയൊരു മഴ കഴിഞ്ഞ് തൻ്റെ ചുണ്ടുകൊണ്ട് തൂവലുകളെ തട്ടി കനം കുറയ്ക്കുന്ന ഒരു പക്ഷിയുടെ മനോഭാവം പോലെ ജീവിതത്തിൽ പല ആളുകളും ഇങ്ങനെ ഈ എന്തോ ആണ് എന്ന ചിന്തയിൽ അവർ ആയിരിക്കുന്നതിലും അധികമായിട്ടുള്ള വലുപ്പത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായിട്ട് കടന്നു പോകുമ്പം പുൽക്കൂടിലെ പൊന്നുണ്ണിയെ കാണാൻ, ആ ദർശനത്തിൻ്റെ ആനന്ദസുഖം അനുഭവിക്കാൻ കഴിയാതെ പോകും. സ്കൂളിൻ്റെ വെഞ്ചിരിപ്പിന് തന്നെക്കാൾ വലിയവരുണ്ടാകാൻ പാടില്ലെന്നൊക്കെ നിർബന്ധം പിടിക്കുന്ന ചില അധികാരികളെ പോലെ ഒരുപാട് പുസ്തകം എഴുതിയ ലൂക്കെന്ന് പറയുന്ന അച്ഛനെക്കുറിച്ച് വായിക്കാനിടയായി. ഈ കഴുത്തിനു മുകളിൽ തലയുണ്ടോ എന്ന് പോലും അറിയാൻ ഇടയാകാത്ത വിധം അത്ര ലളിതമായി, അത്ര സുന്ദരമായി ജീവിച്ചു നടന്ന് കടന്നു പോകാൻ കഴിയുന്ന കനമില്ലാത്ത ജീവിതം. ഒത്തിരി അറിവുകളുണ്ടായിട്ടും ഒത്തിരി അനുഭവങ്ങളുണ്ടായിട്ടും അതൊന്നും വാക്കിലോ ചിന്തയിലോ നിലപാടിലോ വെളിവാക്കാതെ ഇങ്ങനെ ഖലീൽ ജിബ്രാൻ്റെ വാക്കുകൾ കടമെടുത്താൽ മണ്ണറിയാതെ, പുഴയറിയാതെ, പുല്ലറിയാതെ ജീവിതത്തിൽ ഇങ്ങനെ നടന്ന് കടന്ന് പോകുന്ന വിധം ചില ജീവിതങ്ങൾ. നമുക്കും ഉണ്ണിയേശുവിൻ്റെ പുൽക്കൂട് ലക്ഷ്യമാക്കിയുള്ള ആ വളരെ കനമില്ലാത്ത ഇടത്തിലേക്കുള്ള യാത്രയിൽ കൃപയോടെ ഹൃദയത്തെ ഒരുക്കാം. എനിക്കും കനമില്ലാതെ ജീവിക്കാനുള്ള കൃപ തരിക. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.